പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകത്തിലെ മല്ലന്മാർ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ വാക്യം വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ, ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു, അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. ഈ ദൈവപുത്രന്മാർ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ പോലെ ഉള്ളവരല്ല. കാരണം യേശുക്രിസ്തു ദൈവത്തിന്റെ ഏകപുത്രനാണ്. അത് പറഞ്ഞിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കും. ഏകജാതനാണ്, അതായത് പിതാവിന്റെ ഒരു ഭാഗമാണ്. അതേസമയം ഇവരെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ്. പിന്നെ ഉൽപ്പത്തി പുസ്തകത്തിലെ 6-ാം അധ്യായത്തിൽ 4-ാം വാക്യം വായിക്കാം. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകും പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. അപ്പൊ ഇവര് ജയൻസ് ആണെന്നാ പറയുന്നത്, മല്ലന്മാരാണെന്ന് പറഞ്ഞത്. തന്നെ അവർ സാധാരണ മനുഷ്യരെക്കാൾ പ്രത്യേകമായ കഴിവുകളൊക്കെ ഉണ്ടായിരുന്നവരാണ്, വീരന്മാരായിരുന്നു, കീർത്തിപ്പെട്ട പുരുഷന്മാരായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. അതിലൊരു അഭിപ്രായം എന്ന് പറയുന്നത്, ഇത് ആദാമിന് ശേത്ത് എന്നുള്ള മാനം ഉണ്ടായിരുന്നു, അല്ലെ അത് കഴിഞ്ഞ് കയീന്റെ മക്കളുണ്ടായിരുന്നു. ഇത് ശേത്തിന്റെ മക്കള് ദൈവത്തിന്റെ പുത്രന്മാരും കയീന്റെ മക്കളൊക്കെ പെണ്ണുങ്ങളെല്ലാം മനുഷ്യന്റെ പുത്രിമാരും എന്നുള്ള രീതിയിലാണ് പലരും പറയുന്നത്. പക്ഷെ അത് ശരിയല്ല എന്നുള്ളത് നമുക്ക് ഇത് മല്ലന്മാർ എന്ന് പറയുന്ന ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. കാരണം ശേത്തിന്റെ പുത്രന്മാരൊക്കെ സാധാരണ മനുഷ്യരായിരുന്നു, അവർ മല്ലന്മാരാണെന്ന് ബൈബിളിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഏഞ്ചൽസിൻ്റെ ഉണ്ടാകുന്ന മക്കള് പ്രത്യേക വൈഭവമുള്ള ആൾക്കാരാണ്, മല്ലന്മാരാണ്, വീരന്മാരാണ്, കീർത്തിപ്പെട്ട പുരുഷന്മാർ. മനുഷ്യരൊന്നും അങ്ങനെ ഏഞ്ചൽസിൻ്റെ അത്ര കഴിവുള്ളവരില്ല. പക്ഷേ ഇത് ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു DNA ചേഞ്ച് വന്നിട്ടുള്ള തരത്തിലുള്ള ആൾക്കാരാണ് ഉണ്ടായെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി താഴെയുള്ള വായിക്കാം. ഈ ദൈവപുത്രന്മാർ യേശുക്രിസ്തുവിനെ പോലെയല്ല. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു ദൈവത്തിന്റെ ഏകപുത്രനാണ്. യോഹന്നാൻ 1:18 നേരത്തെ വായിച്ചു. അത് തന്നെ ഏകജാതനെ പുത്രൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇയ്യോബ് 1:6 പറയുന്ന ദൈവപുത്രന്മാർ ചിലർ സൗന്ദര്യമുള്ള മനുഷ്യപുത്രിമാരെ വിവാഹം ചെയ്തെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ആത്മശരീരമുള്ളവർക്ക് എങ്ങനെ മാംസശരീരമുള്ളവരെ പ്രാപിക്കാൻ സാധിക്കും? ഇത് സാധിക്കുവാൻ ഏകമാർഗം സാത്താൻ ചെയ്യുന്ന പോലെ അവർക്ക് തോന്നിയ പുരുഷന്മാരെ പ്രവേശിച്ചുകൊണ്ടാണ്. അങ്ങനെ ഒരു സങ്കരവർഗത്തെ ഉൽപ്പാദിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇവരാണ് പുരാതന കാലത്തെ മല്ലന്മാർ. നോഹയുടെ കാലത്തെ ജലപ്രളയത്തോടെ ഈ വർഗം നശിപ്പിക്കപ്പെട്ടു. അതാണ് അതിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ വീണുപോയ ദൈവപുത്രന്മാരെ ദൈവം ശിക്ഷയ്ക്കായി സൂക്ഷിച്ചിരിക്കുക. യൂദ 1:6 പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 1:18 ഇത് നമ്മൾ വായിച്ചു. അത് കഴിഞ്ഞിട്ട് യൂദ 1:6 തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന് വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇതിന് അവർ ചെയ്യുന്ന കുറ്റത്തെ പറ്റി താഴെ പറയുന്നുണ്ട്. അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമാനമായി, അതായത് ഈ പറഞ്ഞ ആൾക്കാർക്ക് സമാനമായി ഈ സോദോമും ഗോമോറയും ദുർനടപ്പ് ആചരിച്ച് അന്യജഡം മോഹിച്ചു നടന്നതിനാൽ, ദൂതന്മാരാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്, അന്യജഡം മോഹിച്ചത്. അവർക്കത് വിലക്കപ്പെട്ട കാര്യമായി നടന്നതിനാൽ നിത്യതയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ദൃഷ്ടാന്തമായി കിടക്കുന്നത് ആരാ? സോദോമും ഗോമോറയും ശിക്ഷാവിധിക്കായി താൽക്കാലിക നരകത്തിൽ യാതന സ്ഥലത്ത് കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇവരും അതുപോലെ തന്നെ, ഇവരെയും ചങ്ങലയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കും. താഴെ വായിക്കാം. മേൽപ്പറഞ്ഞ ദൂതന്മാർ ദൈവപുത്രന്മാർ 2 കുറ്റങ്ങൾ ചെയ്തതായി പറയും. തങ്ങളുടെ വാസസ്ഥലം സ്വർഗം വിട്ടുപോയി, അതായത് അനുവാദമില്ലാതെ ഭൂമിയിൽ വന്നു. രണ്ടാമത്തെ കുറ്റം അന്യജഡം മോഹിച്ചു, മനുഷ്യ സ്ത്രീകളെ മോഹിച്ച് പാവം ചെയ്തു. ഈ 2 കുറ്റങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്നും ഈ പറഞ്ഞ മല്ലന്മാരെ കുറിച്ചുള്ള പലരുടെയും വിശദീകരണം ശരിയല്ല എന്നും യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായത് എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.